മലബന്ധം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഈ മലബന്ധം എന്ന് പറയുന്നത് നമ്മളെ കുടലിൻ്റെ ചലനങ്ങൾ കുറയുന്നത് കാരണമോ, അല്ലെങ്കിൽ നമ്മുടെ വെള്ളം കൂടി കുറയുന്നത് കാരണമോ, അല്ലെങ്കിൽ നമ്മുടെ ഫൈബറിൻ്റെ ഈ കണ്ടൻറ്റ് ഭക്ഷണത്തിൽ കുറയുന്നത് കാരണമൊക്കെ ഈ മലബന്ധം ഉണ്ടാവാറുണ്ട്. അതുപോലെ നമ്മൾ ഇങ്ങനെ ടോയ്ലറ്റ് അർജ് വന്നതിന് ശേഷം നമ്മൾ പോവാതെ പിടിച്ച് നിൽക്കുകയും അതുകൊണ്ട് ഈ മലബന്ധം എന്നൊരു അസുഖം ഉണ്ടാവാറുണ്ട്. പിന്നെ പല ഹോർമോണൽ അസുഖങ്ങളിലും ദഹന പ്രശ്നങ്ങളുടെ ഭാഗമായിട്ടൊക്കെ നമ്മൾ മലബന്ധം കാണപ്പെടാറുണ്ട്. പല പേഷ്യൻസും പറയുന്നത് നമുക്ക് മലബന്ധം അനുഭവിക്കുന്നുണ്ട്. അതായത് പോകാൻ തന്നെ വളരെ ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെടാറുണ്ട്. അതുപോലെ തന്നെ ഇനി പോയി കഴിഞ്ഞാൽ തന്നെ ഒരു തൃപ്തിയില്ലായ്ക, കംപ്ലീറ്റ് പോകാത്തൊരു ഫീല്, ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളൊക്കെ നമ്മൾ മലബന്ധത്തിൻ്റെ തന്നെ മറ്റ് ലക്ഷണങ്ങളായിട്ടാണ് കണക്കാക്കാറ്. ബാക്കിയുള്ള കാരണങ്ങളൊക്കെ നമുക്ക് വെള്ളം അധികമായിട്ട് കുടിക്കുക, ഒരു 2 to 3 ലിറ്റർ ഡെയിലി വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ ചെറിയ രീതിയിൽ എക്സസൈസ് ചെയ്യുക, ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ, നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ നമുക്ക് കറക്റ്റാക്കി എടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം വരുന്നതാണ് നമ്മളെ ദഹനത്തിൻ്റെ ഭാഗമായിട്ടുള്ള കുടലിൻ്റെ ചലനങ്ങളുണ്ട്. അതായത് ഗട്ട് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഇതിൽ വരുന്ന ഒരു ഓൾട്ടറേഷൻ, അതായത് ഈ ഗട്ട് മൂവ്മെൻറ്റ് കുറയുന്നത് വഴിയും മലബന്ധം എന്നൊരു ലക്ഷണം നമുക്ക് ആളുകളിൽ കാണപ്പെടാറുണ്ട്. നമ്മൾ ഈ മുകളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ ശ്രദ്ധിക്കുകയും അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ഒരു ടോയ്ലറ്റ് പോകാനുള്ള ഒരു അർജ് വന്നാൽ നമ്മൾ പിടിച്ചു നിൽക്കാതെ അപ്പോൾ തന്നെ പോകാനുള്ള ഒരു വഴി കണ്ടെത്തുകയൊക്കെയാണ് ചെയ്യേണ്ടത്. ഈ കാരണങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഗട്ട് മൂവ്മെൻറ്റ് കുറവാണ് എന്നുണ്ടെങ്കിൽ ഹോമിയോപ്പതിയിൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഗട്ട് മൂവ്മെൻറ്റ് കൺട്രോൾ ചെയ്യുന്ന രീതിയിലുള്ള ഹോമിയോപ്പതി മരുന്നുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. അത് പ്രോപ്പറായിട്ട് ആ ട്രീറ്റ്മെൻറ്റ് എടുത്താൽ നമുക്ക് ഇത്തരത്തിലുള്ള മലബന്ധം കറക്റ്റാക്കി എടുക്കാവുന്നതാണ്.